നമസ്കാരം. ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് എപ്പോഴും പഠനത്തിനും അതേപോലെ തന്നെ താൽക്കാലിക തൊഴിലിടവുമായിട്ടൊക്കെ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഏതാണ്ട് പ്രധാനപ്പെട്ട ഒരു രാജ്യമാണ് ഓസ്ട്രേലിയ. മികച്ച റാങ്കുള്ള സർവകലാശാലകളും ഉയർന്ന ജീവിത നിലവാരവും നല്ല സന്തുലിതാവസ്ഥയും ഉയർന്ന ജോലി അവസരങ്ങളും മികച്ച വേതനവും സ്കോളർഷിപ്പ് ഓപ്ഷനുകളും ഒക്കെ തന്നെയാണ് ഓസ്ട്രേലിയയെ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തരാക്കുന്നത്. ഓസ്ട്രേലിയയിലേക്ക് വിദ്യാർത്ഥികൾ കൂടുതലായി ആകർഷിക്കപ്പെടാനുള്ള കാരണവും ഇതൊക്കെ തന്നെയാണ്. എന്തായാലും ഓസ്ട്രേലിയൻ സ്റ്റുഡൻറ് വിസയ്ക്കായി ഇന്ത്യയുടെ അസൈൻമെൻറ്റ് ലെവൽ 3-ൽ നിന്ന് ലെവൽ 2-ലേക്ക് ഇന്ത്യയുടെ അസൈൻമെൻറ്റ് ലെവൽ 3-ൽ നിന്ന് 2-ലേക്ക് താഴ്ന്നിട്ടുണ്ടെന്നൊരു പ്രധാന വാർത്ത കൂടി പുറത്തു വരുന്നു. ഇത് ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ സത്യസന്ധവും ഗുണമേന്മയുള്ളതുമായിട്ടുള്ള ഡോക്യുമെൻറ്റേഷൻ പ്രതിഫലിപ്പിക്കുന്നു എന്ന് തന്നെയാണ് അന്താരാഷ്ട്ര തലത്തിൽ ഉള്ള ഒരു സംസാരം. ഈ മാറ്റം വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ലളിതമായ ഡോക്യുമെൻറ്റേഷൻ പ്രക്രിയയും വേഗത്തിലുള്ള വിസ അപ്രൂവലും ഉറപ്പാക്കുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. വളരെ കുറച്ച് രേഖകൾ മാത്രമേ ഈ ഡോക്യുമെൻറ്റേഷൻ ആവശ്യമുള്ളൂ എന്നതിനാൽ സർവകലാശാലകൾക്ക് ഓഫറുകൾ വേഗത്തിൽ നൽകാനും വിസ റിജക്ഷൻസ് കുറയ്ക്കാനുള്ളൊരു സാധ്യത ഉണ്ടാക്കുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ പറയാൻ സാധിക്കുന്നത്. ഇന്ത്യയിലെ അസൈൻമെൻറ്റ് ലെവൽ 2 ആയി താഴ്ന്നിട്ടുണ്ടെങ്കിലും മിനിസ്റ്റീരിയൽ ഡയറക്ഷൻ പ്രകാരമുള്ള പ്രോസസ്സിംഗ് വഴി വിദ്യാർത്ഥികൾക്ക് ചില കോഴ്സുകളിലേക്കോ സർവകലാശാലകളിലേക്കോ മുൻഗണന പ്രകാരം അപേക്ഷിക്കുവാൻ കഴിയുന്നതിനാൽ താല്പര്യമുള്ള സർവകലാശാലയിൽ സീറ്റ് നേടാൻ അവസരം ലഭിക്കുന്നു എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണ്ട്. അതിനാൽ 2026 ഫെബ്രുവരിയിലെ പ്രവേശനത്തിന് ഇപ്പോൾ അപേക്ഷിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് താല്പര്യമുള്ള സർവകലാശാലയിൽ സീറ്റ് നേടാൻ സഹായിക്കുന്നു എന്ന തരത്തിലേക്കുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നു. എന്തായാലും ഓസ്ട്രേലിയയിൽ ഇന്ത്യൻ വിദ്യാർത്ഥികളോടുള്ള സുതാര്യമായ സമീപനത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ദൃഷ്ടാന്തം തന്നെയാണ് ഈ ഒരു വാർത്ത എന്ന് നമുക്ക് നിസ്സംശയം പറഞ്ഞു വെക്കാം.